നമസ്കാരം. പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. ഇന്ത്യക്കാരായ 8 പേർക്ക് ഖത്തറിൽ വധശിക്ഷ വിധിച്ചത് വളരെ ഞെട്ടലുളവാക്കിയ വാർത്തയായിരുന്നു. കഴിഞ്ഞ ഓഗസ്റ്റ് മുതൽ തടവിൽ കഴിയുകയായിരുന്നു മുൻ ഇന്ത്യൻ നാവികർ ക്യാപ്റ്റൻ നവ്തേജ് സിംഗിൽ, ക്യാപ്റ്റൻ വീരേന്ദ്രകുമാർ വർമ്മ, ക്യാപ്റ്റൻ സൗരഭ് വസിഷ്ഠ്, കമാൻഡർ അമിത് നാഗ്പാൽ, കമാൻഡർ പൂർണേന്ദു തിവാരി, കമാൻഡർ സുഗുണാകർ പഗാല, കമാൻഡർ സഞ്ജീവ് ഗുപ്ത, സെയിലർ രാകേഷ് എന്നിവർക്കാണ് കോർട്ട് ഓഫ് ഫസ്റ്റ് ഇൻസ്റ്റൻസ് വധശിക്ഷ വിധിച്ചത്. ഇതിൽ ഒരാൾ മലയാളിയാണെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളും പുറത്തു വന്നിട്ടുണ്ട്. ഇതിൽ ഏറ്റവും പുതിയ വിവരം, അതായത് ഏറ്റവും നിർണായകമായ നീക്കം ഇന്ത്യ നടത്തുകയാണ്. ഈ വിഷയത്തിൽ പ്രധാനമന്ത്രി ഇടപെടുമെന്ന വിവരമാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. നാവികരെ കാണാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർക്ക് അവസരം നൽകണമെന്ന് ഇന്ത്യ വ്യക്തമാക്കി. ഖത്തറിൽ 8 മുൻ നാവികസേന ഉദ്യോഗസ്ഥർക്കാണ് വധശിക്ഷ വിധിച്ചിരിക്കുന്നത്. കേന്ദ്ര വിദേശകാര്യ മന്ത്രാലയം ഇന്നലെ ഈ വിഷയത്തിൽ നടുക്കം രേഖപ്പെടുത്തിയിരുന്നു. നാവികസേന ഉദ്യോഗസ്ഥരുടെ ബന്ധുക്കളുമായി വിദേശകാര്യ മന്ത്രാലയം സംസാരിക്കുന്നുണ്ട്. നാവികരെ കാണാൻ ഈ മാസം ആദ്യം ഖത്തറിലെ ഇന്ത്യൻ അംബാസിഡറെ ഖത്തർ അധികൃതർ അനുവദിച്ചിരുന്നു. ഇന്ത്യ ഇവർക്കായി വക്കീലിനെ ഏർപ്പെടുത്തി. എന്നാൽ എന്താണ് കുറ്റം എന്നതുൾപ്പെടെയുള്ള വിശദാംശങ്ങൾ കുടുംബത്തിനും ഇതുവരെ കിട്ടിയില്ല. വീണ്ടും നാവികരെ കാണാൻ നയതന്ത്ര ഉദ്യോഗസ്ഥർ ശ്രമിക്കുന്നുണ്ട്. ശിക്ഷ വിധിച്ച കോടതിക്ക് മുകളിൽ 2 കോടതികൾ കൂടിയുണ്ട്. അടുത്ത കോടതിയിൽ അപ്പീൽ നൽകാൻ നടപടി സ്വീകരിക്കുമെന്നും അവർ വ്യക്തമാക്കി. ഇതോടൊപ്പം പ്രധാനമന്ത്രി ഖത്തർ അമീറുമായി സംസാരിക്കാനും നീക്കം നടത്തുന്നുണ്ട്. സങ്കീർണമായ വിഷയമാണെന്നും എല്ലാ വഴിയും ഇന്ത്യ തേടുമെന്നും സർക്കാർ വ്യക്തമാക്കി. നാവികസേനയിൽ ഉന്നത ഉദ്യോഗസ്ഥരായിരുന്ന ഇവർ വിരമിച്ച ശേഷം ഖത്തറിലെ അൽ ദഹ്റ കമ്പനിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. ഖത്തറിന്റെ സായുധ സേനയ്ക്ക് പരിശീലനവും അനുബന്ധ സേവനങ്ങളും നൽകുന്ന അൽ ദഹ്റ ഗ്ലോബൽ ടെക്നോളജീസ് ആൻഡ് കൺസൾട്ടൻസി സർവീസസ് ഒരു സ്വകാര്യ സ്ഥാപനമാണ്. റിട്ടയേർഡ് കമാൻഡർ പൂർണേന്ദു തിവാരി അൽ ദഹ്റയുടെ മാനേജിംഗ് ഡയറക്ടറായി സേവനം അനുഷ്ഠിച്ചിരുന്നു. സൈനിക സേവനത്തിനിടെ നിരവധി യുദ്ധ കപ്പലുകളിൽ കമാൻഡറുമായിരുന്നു. എന്തിനാണ് ഇവരെ അറസ്റ്റ് ചെയ്തത് എന്നോ ചുമത്തിരിക്കുന്ന വകുപ്പുകൾ ഏതെന്നോ ഖത്തർ ഇതുവരെ ഔദ്യോഗികമായി ഇന്ത്യ അറിയിച്ചിട്ടില്ല. എന്നാൽ ഒരു അന്തർവാഹിനിയുമായി ബന്ധപ്പെട്ട പരിപാടിയിൽ ഇസ്രായേലിന് വേണ്ടി ഇവർ ചാരവൃത്തി നടത്തിയതായാണ് ഇതിന് കാരണമെന്ന് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകൾ പുറത്തുവരുന്നുണ്ട്. ഔദ്യോഗിക വൃത്തങ്ങളെ ഉദ്ധരിച്ച് NDTV പുറത്തുവിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യം പറഞ്ഞിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട ഇലക്ട്രോണിക് തെളിവുകൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് ഖത്തർ അധികൃതർ വ്യക്തമാക്കിയിരുന്നതായും നേരത്തെയും ചാരപ്പണി നടത്തിയതായ റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെന്നും മാധ്യമങ്ങൾ വെളിപ്പെടുത്തി.